ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. ആദ്യം ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ആറാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. എല്ലായിടത്തും അങ്ങനെ നന്നായിട്ട് പിഴിയണം കേട്ടോ, കാരണം അതിൽ വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ, നന്നായിട്ട് ഇത് പിടിച്ചെടുക്കും വെള്ളം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ മൊത്തം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ സോയ ചങ്ക്സ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ, പക്ഷെ അത് മേടിക്കാൻ ചെന്നപ്പോൾ അവിടെ കിട്ടിയില്ല. ഇത് ഇച്ചിരി വലുതാണ്. അതുകൊണ്ട് രണ്ടായിട്ടൊക്കെ ഒന്ന് കീറി മുറിച്ചിട്ടേക്കാണ്. സൈസ് ഒന്ന് കുറയ്ക്കാൻ, കാരണം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഞാനത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കും. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട പൊടികൾ: മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഈ പൊടികളെല്ലാം നമുക്ക് സോയ ചങ്ക്സിലേക്കിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ചേർത്തിളക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യണേ. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിലേക്ക് ചേർക്കുന്നു. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് കൈകൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം, കാരണം ഇതിലേക്കെല്ലാം മസാലകൾ നന്നായിട്ട് പിടിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിവേപ്പില ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് ഇത് സെറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട്, ഞാൻ ചീനിച്ചട്ടി വെച്ചേക്കുന്നത് കേട്ടോ, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം കുറച്ചായിട്ട് നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് ഇത് വറുത്തെടുക്കാം. കുറേ നേരം എടുക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ല എങ്കിൽ എണ്ണ നന്നായിട്ട് ഇത് വലിച്ചെടുക്കും. ഒത്തിരി എണ്ണ ആവശ്യം വരും. ലോ ഫ്ലെയിമിലിട്ടാൽ എണ്ണ ഇത് നന്നായിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ഇത് ചെയ്യുമ്പോൾ നല്ലതായിട്ടത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ അവസാനം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടായിട്ടാണ് ഞാനിട്ട് ഫ്രൈ ചെയ്തത്. ഞാനിത് ഓൺ വോയിസ് ആയിട്ട് എടുത്ത വീഡിയോ ആണേ, പക്ഷേ ടി വിയുടെ സൗണ്ടിൻ്റെ കാര്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് വീഡിയോയുടെ സൗണ്ട് നന്നായിട്ട്, മീൻസ് ടി വിയുടെ സൗണ്ട് നന്നായിട്ട് ഇത് കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആദ്യം പറയുന്നത് ഇത് സൂപ്പറായിരുന്നു എന്നാണ്. ഞാൻ ചോദിച്ചു ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നത്. അവൻ പറഞ്ഞത് ബീഫ് ഫ്രൈ ആണെന്ന്, പക്ഷെ ടേസ്റ്റ് സൂപ്പറാണെന്നാണ് അവൻ പറയുന്നത്.